ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തേങ്ങയൊന്നും ചേർക്കാതെ ഇഡ്ലിയുടെയും ദോശയുടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്നിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒന്ന് നന്നായി ചൂടായി കഴിഞ്ഞതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളകൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ സവാളയേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് കായംപൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ മുളക് പൊടി എല്ലാം ഒന്ന് നന്നായി മൂത്ത് വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മുളകെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 4-5 വട്ടം ലോ സ്പീഡിലിട്ട് ഒന്ന് നിർത്തി അരച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ 2 ഉണക്കമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളകൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചട്നി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ള ചട്നിയാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അരച്ചിട്ടുള്ള മിക്സഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്താലും മതി. ഈ സമയത്ത് ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചട്നി റെഡിയാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.